CPIയുടെ ഉറച്ച കോട്ടയെന്നാണ് നാദാപുരം അറിയപ്പെടുന്നതെങ്കിൽ ഇത്തവണ വേറിട്ട രാഷ്ട്രീയ സാഹചര്യമാണ് നാദാപുരത്ത്. 5.5 പതിറ്റാണ്ട് നീണ്ട ഇടത് ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ UDF യൂത്ത് കോൺഗ്രസ് നേതാവ് KM അഭിജിത്തിനെയാണ് രംഗത്തിറക്കിയത്. CPI നേതാവ് P വസന്തിലൂടെ മണ്ഡലം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് ഇടത് ക്യാമ്പ്. ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം CH കണാറിനെ പോലുള്ള നേതാക്കളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കും വീഴ്ചയ്ക്കും നാദാപുരം സാക്ഷിയായിട്ടുണ്ട്. മണ്ഡലത്തിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷമുള്ള തീയ വിഭാഗങ്ങൾക്കിടയിലെ സ്വാധീനമാണ് ഇടതുമുന്നണിയെ തുണയ്ക്കുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങൾ മത്സരം കനത്തുവരുന്നു എന്നതിന്റെ സൂചനയാണ് നാദാപുരത്ത് നൽകുന്നത്. 2011 CPI നേതാവ് EK വിജയൻ മത്സരിക്കുമ്പോൾ 7500-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. 2016-ലും 2021-ലും എത്തിയപ്പോൾ ഇത് 4000-നും 4500-നും ഇടയിലേക്ക് ചുരുങ്ങി. ഇത്തവണ CPI രംഗത്തിറക്കിയിരിക്കുന്നത് മഹിളാ മുന്നണിയുടെ ദേശീയ നേതാവും മുൻ MLA സത്യൻ മൊകേരിയുടെ ഭാര്യയുമായ P വസന്തത്തെയാണ്. ഇടതുകോട്ടയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അരനൂറ്റാണ്ട് കാലത്തോളം വിജയിപ്പിച്ച മണ്ണാണ്. തീർച്ചയായിട്ടും ഇത്തവണയും അത്തരമൊരു വിജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് ഇതൊക്കെ, നാദാപുരത്തുകാർക്ക് ഇതൊക്കെ അനുഭവ യോഗ്യമാണ്. സ്കൂളുകൾ, ആശുപത്രികൾ, എത്രയെത്ര സർക്കാർ സ്കൂളുകളാണ്, ആശുപത്രികളാണ്. പ്രാഥമിക ആശുപത്രികൾ തൊട്ട് താലൂക്ക് ആശുപത്രികൾ വരെ വലിയ രീതിയിലൂടെ വളർന്നു വന്നിട്ടുണ്ട്. തുടക്കത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാർട്ടിക്കകത്തെ മുറുമുറുപ്പുകൾ അവസാനിപ്പിച്ച് പ്രചരണ രംഗത്ത് മുന്നോട്ടു പോകാൻ LDF-നായിട്ടുണ്ട്. ഷാഫി പറമ്പിലിന് മണ്ഡലത്തിൽ ലഭിച്ച 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF-ന് നാദാപുരത്ത് ആശ്വാസം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവനേതാവ് KM അഭിജിത്തിനെയാണ് P വസന്തത്തെ നേരിടാനായി രംഗത്തിറക്കിയിരിക്കുന്നത്. എല്ലാ ഇടങ്ങളുമായുള്ള ബന്ധം അതേപോലെ തുടരുന്ന നാടാണ് നാദാപുരവും. ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കടന്നു വന്നപ്പോൾ വലിയ സ്വീകാര്യതയാണ് എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾ നൽകുന്ന, കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഇവിടുത്തെ ഓരോ മനുഷ്യരും നൽകുന്ന പിന്തുണ, സ്നേഹം, അത് തന്നെയാണ് വലിയൊരു വിജയപ്രതീക്ഷയെ കാണുന്നത്. നാദാപുരത്ത് എന്താണ് ഇല്ലാത്തത് എന്നുള്ളതാണ്. നാദാപുരത്ത് എന്താണ് ഉള്ളത് എന്നതാവണം ആദ്യത്തെ മറുപടി. നാദാപുരത്ത് എന്തുണ്ട്? ഇവിടെ നിന്ന് മന്ത്രിമാർ കടന്നു പോയിട്ടില്ലേ? ഇവിടെ നിന്ന് ഉന്നതരായ നേതാക്കൾ കടന്നു പോയിട്ടില്ലേ? MLA-മാരെ വിജയിച്ച്. ഞാൻ ചോദിക്കുന്നു, 5.5 പതിറ്റാണ്ടായി ഒരേ കക്ഷി ഇവിടെ നിന്ന് MLA തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ട്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളും UDF-ന് പ്രതീക്ഷ നൽകുന്നുണ്ട്. മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ 6 എണ്ണം LDF ഭരിക്കുമ്പോഴും ആകെ വോട്ടുകളുടെ എണ്ണത്തിൽ UDF-ന് 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് എന്നത് LDF-ന്റെ നെഞ്ചിടിപ്പേറ്റുന്ന കണക്കുകൂടെയാണ്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.